മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ടി വിയിലും മാധ്യമങ്ങളിലും ശബരിമലയിലേക്ക് പോകുന്ന ഭക്തജനങ്ങൾക്ക് ലഭ്യമാകേണ്ട സൗകര്യങ്ങൾ ബാങ്കുകളും ഗവൺമെൻറ്റുമെല്ലാം നൽകുന്നതിനെക്കുറിച്ച് നല്ല വാർത്തയുണ്ടായിരുന്നു. കൂടാതെ പ്രതിഷേധമോ അല്ലെങ്കിൽ കുറവുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിമർശനങ്ങളോ എതിർപ്പുകളോ ഒന്നും തന്നെ ഉണ്ടായില്ല. കടകംപള്ളി സുരേന്ദ്രൻ സാറിനെ പോലെ ദേവസ്വം മന്ത്രി, അതുപോലെ ജലീല് ശബരിമലയിൽ ചെന്ന് തൊഴുത് തീർത്ഥം വാങ്ങിച്ച് ഞങ്ങൾ അവിശ്വാസികളല്ല, ഈ ശബരിമലയുടെ നല്ല കാര്യങ്ങൾക്ക് എന്നും കൂടെ ഉണ്ടാവും എന്ന് പറയുകയും വേണമെങ്കിലും വേണ്ടെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരുണ്ടാകുമെങ്കിലും ആറന്മുളയിലെ വിമാനത്താവളം മാറ്റി ശബരിമലയിലെ അടുത്ത എരുമേലിയിൽ ഒരു വിമാനത്താവളം ഉണ്ടാക്കണമെന്ന് വളരെ ശ്രദ്ധയോടുകൂടി വളരെയധികം ആവർത്തിച്ച് അങ്ങനെ ഒരു വിമാനത്താവളത്തിൻ്റെ സാന്നിധ്യവും ആവശ്യവും ശബരിമലയെ വലിയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളതും അതിനുള്ള സ്ഥലം കൊടുക്കുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് NOC എളുപ്പത്തിൽ തരാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരണങ്ങളും മന്ത്രിമാരിൽ നിന്നും മന്ത്രിസഭയിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നുമെല്ലാം നിരന്തരം വന്നുകൊണ്ടിരിക്കുകയും 3-4 ദിവസങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ട കളക്ടർ വളരെ അഭിമാനത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും തന്നെ ശബരിമലയിലേക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും വളരെ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പ്രഖ്യാപിക്കുകയും ശബരിമലയിലേക്ക് വരുന്നവർക്ക് ഇപ്രാവശ്യം പതിവിനേക്കാൾ കൂടുതലായിട്ടുണ്ടാവാൻ സാധ്യതയുള്ള കറൻസി നോട്ട്, ബാങ്കിങ്, ATM സൗകര്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയും ദിവസങ്ങൾ കൊണ്ട് ആ വഴിയിൽ കൂടെ പോകുന്നവർക്ക് കറൻസി ക്ഷാമം ഉണ്ടാവാതിരിക്കാൻ ATM കുറേയധികം സ്ഥാപിക്കുകയും അതിൽ നിരന്തരം പുതിയ നോട്ടുകൾ നിറയ്ക്കുകയും പഴയ നോട്ടുകൾ നല്ലത് ക്യാൻസൽ ചെയ്യാത്ത 100 നോട്ടുകൾ നിറയ്ക്കുകയും പഴയ നോട്ടുകളുമായിട്ട് വരുന്നവർക്ക് ധനലക്ഷ്മി ബാങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ അത് മാറ്റാനുള്ള സൗകര്യം ഉണ്ടാക്കുകയും അതേപോലെ മറ്റു ബാങ്കുകളും അതിന് സഹായിക്കുകയും ഏത് വിധത്തിലും നല്ല രീതിയിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത് കൊണ്ടായിരിക്കാം വളരെയധികം വൈകി ആരംഭിച്ച ശബരിമല തീർത്ഥാടന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ പ്രക്രിയകൾ വളരെ പെട്ടെന്ന് തീർന്നത്. ഇതിൽ ആരെയെല്ലാം അഭിനന്ദിക്കുന്നതിനേക്കാളും അനുമോദിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ അറിയേണ്ടതായിട്ടൊരു കാര്യമാണ് ഗവൺമെൻറ്റും ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന വിവിധ വകുപ്പുകളും ഒരുമിച്ച് വിചാരിച്ചാൽ ഏത് വലിയ കാര്യവും ദുഷ്കരമായിട്ടുള്ള കാര്യങ്ങളും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നടപ്പാക്കാൻ സാധിക്കുമെന്നുള്ളതിന് തെളിവാണ് ഇത്. ശബരിമല മണ്ഡലകാലം ആരംഭിക്കുന്നതിന് 3 ദിവസം മുമ്പ് മുതൽക്ക് ഇങ്ങോട്ട് ഒരു വിമർശനവും ഉണ്ടായിട്ടില്ല. ഞാൻ പത്രമാധ്യമങ്ങളിലൂടെയുള്ള കാര്യമാണ് പറയുന്നത്, വ്യക്തികൾക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ശബരിമലയിൽ എത്തിയിരിക്കുന്ന ഭക്തന്മാരുടെ അടുത്ത് TV-കാര് അവരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ വളരെ 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 ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ശബരിമല കയറിയതിൻ്റെ ദുഃഖം പോലും മുഖത്ത്, ക്ഷീണം പോലും മുഖത്തില്ലാതെ അവർ സന്തുഷ്ടരാണെന്ന് പറയുന്ന ആ വരികൾ കൂടി കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചാൽ സാധിക്കാത്തത് എന്താണ് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ കേന്ദ്രത്തിൽ ഒരു കക്ഷി ഭരിക്കുന്നു, കേരളത്തിൽ ഒരു കക്ഷി ഭരിക്കുന്നു എന്ന് ഉള്ളതൊരു കുറവൊന്നുമല്ല. ഗവൺമെൻറ് തീരുമാനം എടുക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഭരണ സംവിധാനത്തിലൂടെയാണ്.
അത് നടപ്പാക്കുന്നത് വിവിധ ഉദ്യോഗസ്ഥര് അവർക്ക് അവരുടേതായിട്ടുള്ള ജാതി ഉണ്ടാകാം, മതമുണ്ടാകാം, രാഷ്ട്രീയമുണ്ടാകാം, വീക്ഷണമുണ്ടാകാം, വിശ്വാസമുണ്ടാകാം, പല പല വകുപ്പുകൾ, പല പല ഡിപ്പാർട്ട്മെന്റുകൾ, അങ്ങനെ പല വിഭാഗം ജനങ്ങൾ ശബരിമല ക്ലീൻ ചെയ്യാൻ മാതാമൃതാനന്ദമയിയുടെ സന്നദ്ധ സംഘടനകൾ നിരന്തരം വന്ന് പ്രവർത്തിക്കുന്നത് ഉൾപ്പെടെ സന്നദ്ധ സംഘടനകളും ശമ്പളം വാങ്ങിക്കുന്നവരും കോൺട്രാക്ട് വർക്കേഴ്സും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും താൽക്കാലികമായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നവരും പോലീസുകാരും കഴകക്കാരും ആചാര്യന്മാരും ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ടവരും അനുഷ്ഠിപ്പിക്കേണ്ടവരും സാമ്പത്തികമായിട്ട് കൈകാര്യം ചെയ്യുന്നവരും ബാങ്ക് ഉദ്യോഗസ്ഥരും ചേർന്ന് ഒരു രാഷ്ട്രം ഭരിക്കുന്നത് പോലെ തന്നെയാണ് ഒരു ക്ഷേത്രത്തിലേക്കുള്ള ദർശനത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന ആ വിഭാഗം ജനതയുടെ ആകത്തുക അത്രയും ധന്യമായിട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. നല്ലത് ആര് ചെയ്താലും അതിനെ നല്ലതെന്ന് പറയാനുള്ള ഒരു മനസ്സ്, തിന്മകൾ ആര് ചെയ്താലും അത് തിന്മകളാണെന്ന് ചൂണ്ടിക്കാണിച്ച് കറക്റ്റ് ചെയ്യിക്കാനുള്ള ഒരു മനസ്സുകൂടി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ലഭ്യമായ അറിവുകളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ അപ്രാപ്യം, അസാധ്യം എന്നെല്ലാം നമ്മൾ പറയാൻ വാക്കുകൾ ശേഖരിക്കുന്ന വേളയിൽ അവിടെയുള്ള നവീകരണവും സൗകര്യങ്ങളും ഒരുക്കലുമൊക്കെ അസാധ്യമാണ് ഈ ചുരുങ്ങിയ കാലയളവിൽ എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഒച്ചിൻ്റെ വേഗത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന വിമർശനം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടിക്കാരിൽ ധാരാളം പേര് സെക്രട്ടേറിയറ്റിൽ ഉപവാസം വരെ നടത്തി. അവർക്കും അഭിമാനിക്കാം, ഞങ്ങൾ തെറ്റുകളും കുറവുകളും ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത്. ഇവർക്കും അഭിമാനിക്കാം, ചൂണ്ടിക്കാണിച്ചാലും ചൂണ്ടിക്കാണിച്ചില്ലെങ്കിലും ഞങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. എണ്ണി ഒരു വിഭാഗം ജനതയ്ക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ SBTO SBIO പോലെയുള്ളതല്ല, അത്രയും അധികം ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത ധനലക്ഷ്മി ബാങ്കിന് ഉൾപ്പെടെ സാധിക്കുക, മറ്റ് ബാങ്കുകൾ സപ്പോർട്ട് ചെയ്യുക, ATMകൾ ഏത് ബാങ്കിൻ്റെ ആണെങ്കിലും ഉപയോഗിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാം. ഇങ്ങനെ എല്ലാം സാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്സർവേഷൻ, ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും മനസ്സിലാക്കാൻ എളുപ്പമുള്ളൊരു കാര്യമുണ്ട്. നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ പ്രശ്നങ്ങൾ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ, നമ്മുടെ ജില്ലയിലെയും പഞ്ചായത്തുകളുടെയും നമ്മുടെ സംഘടനകളുടെയും സമൂഹത്തിൻ്റെയും പ്രശ്നങ്ങൾ നമുക്ക് ഒരുമിച്ചിരുന്ന് പരിഹരിക്കാൻ സാധിച്ചാൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ എതിർക്കുകയോ അവഹേളിക്കുകയോ അപകീർത്തിപ്പെടുത്തുകയോ നിരാകരിക്കുകയോ നിഷേധിക്കുകയോ ധാർഷ്ട്യത്തോടു കൂടി സംസാരിക്കുകയോ ചെയ്യുന്നതിന് പകരം എനിക്ക് നന്നാവണമെങ്കിൽ, എൻ്റെ കുടുംബാംഗങ്ങൾ നന്നാവണമെങ്കിൽ, എൻ്റെ സമൂഹവും എൻ്റെ സംഘടനയും എൻ്റെ പ്രസ്ഥാനങ്ങളും നന്നാവണമെങ്കിൽ എത്ര പേരുമായിട്ട് നമുക്ക് യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുമോ, എത്ര പേരിൽ നിന്ന് നമുക്ക് നന്മകൾ സ്വീകരിക്കാൻ സാധിക്കുമോ അതെല്ലാം സ്വീകരിച്ച് എങ്ങനെയാണോ ശബരിമലയെ ഇപ്പോൾ നമ്മൾ പ്രശ്നവിമുക്തമാക്കിയത്, ഏതാണ്ട് എല്ലാ തരത്തിലും പ്രശ്നവിമുക്തമാക്കിയത്, അതിൻ്റെ കാഴ്ച എല്ലാ TV ചാനലും, മുസ്ലിം TV ചാനൽ ഉൾപ്പെടെ ശബരിമലയിൽ നടക്കുന്ന ഇന്നത്തെ പ്രത്യേക പൂജകൾ, നട തുറക്കല്, ദീപാരാധന തുടങ്ങിയതെല്ലാം എല്ലാ ചാനലുകളും FM റേഡിയോകളും അവർ കാണിക്കുകയും വിവരിക്കുകയും അതിൻ്റേതായിട്ടുള്ള സൗകര്യങ്ങളെക്കുറിച്ച് അറിയിക്കുകയും ചെയ്യുമ്പോൾ മാധ്യമം, പ്രിന്റ് മീഡിയയും ഇലക്ട്രോണിക് മീഡിയയും ഗവൺമെൻറ്റും ജനങ്ങളും ഭക്തരും സാധാരണക്കാരും വഴിയോരത്തിലുള്ള കച്ചവടക്കാരും അസാധാരണ സെക്യൂരിറ്റി വേണമെന്ന നിർദ്ദേശം സ്വീകരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലീസുകാരും അവരുടെ മേധാവികളുമെല്ലാം ഒരൊറ്റ കുടുംബം പോലെ പ്രവർത്തിക്കുന്നത് ഇത്ര ധന്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് നമ്മളുടെ എല്ലാ പരിപാടികളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.